ആത്മശക്തി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ വ്യക്തികൾക്കും താബോറിൽ നിന്ന് പെന്തക്കോസ്ത് തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവിധ മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ വലിയൊരു അഭിഷേകമായി അനുഗ്രഹമായി കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പെന്തക്കോസ്ത് തിരുനാളിന് വേണ്ടി ഈ കഴിഞ്ഞ 7 ദിവസമായി നമ്മൾ ഒരുക്ക ധ്യാനത്തിലൂടെ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മൾ നോമ്പ് നോക്കി പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മൾ ഒരു നേരം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മൾ വചനം വായിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മൾ ജപമാലയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മൾ കുമ്പസാരിച്ച് ഒരുങ്ങി ബലിയും പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രിയമുള്ള ആ പ്രാർത്ഥനയുടെ എല്ലാം ഫലം ഈ പെന്തക്കോസ്ത് തിരുനാളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയൊരു അഭിഷേകമായി ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുന്ന സമയമാണ്. ഈ പെന്തക്കോസ്ത് തിരുനാൾ നമ്മൾ ഇന്ന് സമുചിതമായി ആഘോഷിക്കുമ്പോൾ ഇത് സഭയുടെ ഏറ്റവും വലിയ തിരുനാളാണ്. ഈ ഏറ്റവും വലിയ തിരുനാളിൽ പ്രിയമുള്ള നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിധിയില്ലാത്ത ഒരഭിഷേകമാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിന് പരിധിയില്ല. ഇതിനെക്കുറിച്ച് കർത്താവ് വ്യക്തമായി നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 34-ാം വചനം ഇപ്രകാരം പറയുന്നു: ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. വേറെ ഏതെല്ലാം അനുഗ്രഹങ്ങളുണ്ട്, ഈ അനുഗ്രഹങ്ങളെ കുറിച്ചെല്ലാം പറയുമ്പോൾ നീ എവിടെ ഒരു അളവ് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ നീ ദൈവം ഒരളവ് നിശ്ചയിക്കുന്നില്ല. നീ അളവില്ലാതെ ദൈവം നമ്മിലേക്ക് വർഷിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവ്. അവിടെ ഈ അളവില്ലാത്ത അഭിഷേകം, ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. ഈ അളവില്ലാത്ത അഭിഷേകം വിശുദ്ധരിൽ നിന്നറിയപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ അറിയപ്പെടാൻ, അപ്പസ്തോലന്മാർ നിറയപ്പെട്ടതുപോലെ നീ നമ്മുടെ ജീവിതത്തിൽ അറിയപ്പെടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് വചനം പറയുക. നീ അത് വചനം പറയുന്നത് ലൂക്കായുടെ സുവിശേഷമാണ്. ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 13-ാം വചനം ഇപ്രകാരം പറയുന്നു: മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടനായി നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ്, ആബാ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ചോദിക്കുന്നവർക്കാണ് കേട്ടോ അധികമായി പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത്, ചോദിക്കുന്നവർക്കാണ്. നീ അതുകൊണ്ട് മാക്സിമം ചോദിക്കാൻ സാധിക്കണം. ദൈവത്തിന് ആത്മാവിൻ നിറവിന് വേണ്ടി നീ സ്വർഗീയ അപ്പച്ചനോട്, കർത്താവായ യേശുവിനോട് നമ്മൾ ചോദിക്കണം, പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ, ആത്മാവിൻ്റെ അഭിഷേകം എനിക്ക് നൽകണമേ, ആത്മാവിൻ്റെ വരങ്ങൾ എനിക്ക് തരണമേ, ആത്മാവിൻ്റെ ഫലങ്ങൾ, ദാനങ്ങൾ എന്നിലേക്ക് ഭക്ഷിക്കണമേ. ഇങ്ങനെ ചോദിക്കാനാണ് ദൈവം പറയുക. കർത്താവായ യേശു പറയുന്നത് സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവ് നൽകുകയില്ല. അവിടെ അധികമായി ആത്മാവിന് നിറവ് അഭിഷേകം കിട്ടാൻ വേണ്ടി പ്രിയമുള്ളവർ നമ്മൾ എന്ത് ചെയ്യണം? അധികമായി നമ്മൾ ചോദിക്കണം. ഈ പെന്തക്കോസ്ത് തിരുനാൾ ദിവസം മാത്രം ചോദിച്ചാൽ പോരാ. ഈ പെന്തക്കോസ്ത് തിരുനാളിന് ശേഷവും ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ എല്ലാ ദിവസവും നീ സ്വർഗീയ പിതാവിനോട് ചോദിക്കണം, പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണമേ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ എനിക്ക് തരണമേ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എനിക്ക് തരണമേ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് ചോദിക്കാനും ദൈവം നമ്മോട് പറയുക. നീ അതുകൊണ്ട് വചനം വീണ്ടും പറയുക. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 9-ാം വചനം പറയുന്നു: ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. എന്തിനു വേണ്ടി ചോദിക്കേണ്ടത്? ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ നന്മകൾക്ക് വേണ്ടി, ശാരീരികമായ സൗഖ്യത്തിന് വേണ്ടി. ഇങ്ങനെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നു. നമ്മൾ ചോദിക്കേണ്ടത് ഏറ്റവും അധികമായി പരിശുദ്ധാത്മാവെന്നറിയാൻ വേണ്ടി. ഒരു വ്യക്തി ചോദിക്കേണ്ടത്, ഒരു കുടുംബം ചോദിക്കേണ്ടത്, ഒരു സമൂഹ ദേശം ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവെന്നറിയാൻ വേണ്ടിയാണ്. സഭ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവെന്നറിയാൻ വേണ്ടിയാണ്. ഈ ദൈവാത്മാവെന്നറിയാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവ് അധികമായി നമ്മിൽ വന്നെന്നറിയും കേട്ടോ. അതുകൊണ്ട് ഇതുവരെയും ചോദിച്ചിട്ടില്ല എങ്കിൽ ഈ പെന്തക്കോസ്ത് നാളിൽ ചോദിക്കണം. നീ ഇതിനു ശേഷം ചോദിക്കണം കേട്ടോ. ഇന്ന് ഒരു ദിവസം കൂടി ചോദ്യം അവസാനിപ്പിക്കരുത്. നീ വീണ്ടും വീണ്ടും എളിമയോടെ, മടുപ്പ് കൂടാതെ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവിനെ വിളിച്ച് ചോദിക്കണം, പരിശുദ്ധാത്മാവേ എന്നെ അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവേ ഈ കാലഘട്ട അഭിഷേകം എനിക്ക് തരണമേ. ഈ പെന്തക്കോസ്ത് തിരുനാൾ ദിവസം
പരിശുദ്ധാത്മാവ് എന്നറിയാൻ ചോദിക്കാനുള്ള വലിയൊരു കൃപ, നീ മടുപ്പ് കൂടാതെ വീണ്ടും വീണ്ടും ചോദിക്കാനുള്ള കൃപ, അതുവഴി പരിധിയില്ലാത്ത അനുഗ്രഹം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് തുടർന്ന് വരുന്ന ആരാധനയെ നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്തയുടെ എല്ലാവിധ തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. ഈ 8 ദിവസ ശുശ്രൂഷയിൽ പങ്കെടുത്തവരെ പ്രത്യേകമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. നാം എല്ലാവരെയും പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യട്ടെ. ഓ തിരുവസ്തുരവനായ യേശുവേ, ഇന്ന് പെന്തക്കോസ്ത തിരുനാൾ. ഈ തിരുനാളിൻ്റെ ചൈതന്യം, പുതിയ അഭിഷേകം പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് ഭക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കഴിഞ്ഞ 7 ദിവസം അതിനുവേണ്ടി ഒരുങ്ങിയത്, അതിനുവേണ്ടി നോമ്പ് നോക്കിയത്, അതിനുവേണ്ടി ജപമാല കാഴ്ചവെച്ചത്, അതിനുവേണ്ടി ബലി അർപ്പിച്ചത്. പരിശുദ്ധാത്മാവെ, ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം എനിക്ക് തരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ദൈവത്തിൻ്റെ ആത്മാവ് ഈ പെന്തക്കോസ്ത ദിനത്തിൽ ശക്തമായി നമ്മിലേക്ക് പ്രവേശിക്കുക. ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി തിരുവചനം ഇപ്രകാരമാണ് പറയുക. ലുക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 13-ാം വചനം പറയും, ചോദിക്കുന്നവർക്ക് അധികമായി ദൈവം പരിശുദ്ധാത്മാവ് നൽകും. ദൈവത്തിൻ്റെ ആത്മാവ് അധികമായി വന്നെന്നറിയാം. ഈ കാലഘട്ട ചൈതന്യം, കാലഘട്ട അഭിഷേകം വെളിപ്പെടാൻ പ്രിയമുള്ളവരെ അധികമായി നമുക്ക് ചോദിക്കാൻ സാധിക്കും. ചോദിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കണ്ടതിലേക്ക് ഈ ആത്മാവ് അളവില്ലാത്ത അഭിഷേകം നൽകുന്ന ആത്മാവ്. ആത്മാവാകുന്ന ഈ വലിയ അഭിഷേകം അളവില്ലാതെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി, ഈ പെന്തക്കോസ്ത പുതിയൊരു അഭിഷേകം വെളിപ്പെടാൻ വേണ്ടി, ഒരു പുതിയ പെന്തക്കോസ്ത ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവേ എന്ന് ഇരു കരങ്ങൾ ഉയർത്തുമ്പോൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഈ പെന്തക്കോസ്ത നാളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അഭിഷേകം ചെയ്യുന്ന സമയം, പുതിയ പുതിയ കൃപകൾ തരുന്ന സമയം, അനേക അഭിഷേകം, അനേക വിടുതൽ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന സമയം. പിതാവേ, സ്വർഗീയ അപ്പച്ച, പരിശുദ്ധാത്മാവേ, ഈ പെന്തക്കോസ്ത ദിനത്തിലും ഈ കഴിഞ്ഞ 7 ദിവസങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ അറിയപ്പെട്ടതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഈ സുദരദാസ്വാദം സ്വീകരിക്കാം. സാധിക്കത്തിന് മുട്ടുകുത്തി കാര്യങ്ങളെ കൂപ്പി ശിരസ് നമിച്ച് ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. വരവായി പുതു പന്തക്കുസ്ത